ഹലോ ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മളുടെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ജൂലൈ 6-ാം തീയതിയാണ് UPയുടെ എക്സാം വരുന്നത്. 20-ാം തീയതിയാണ് നമ്മളുടെ LPയുടെ എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുവരെ പോയ പോലെ ഒന്നും പോയാൽ പോരാ, നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് INC ആണ്. INCയിലെ സമ്മേളനങ്ങളാണ്. അപ്പം ആദ്യം നോക്കാം. 1933 വർഷം 1933 കൽക്കട്ട സമ്മേളനമാണ്. നെല്ലീസൺ ഗുപ്തയാണ് പ്രസിഡന്റ്. 1933 നെല്ലീസൺ ഗുപ്തയാണ്. പ്രത്യേകത, കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയും ആയിരുന്നു നെല്ലീസൺ ഗുപ്ത. അപ്പം നെല്ലീസൺ ഗുപ്ത എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ്, മൂന്നാമത്തെ വനിതയും കൂടിയിട്ടാണ്. ഇനി നെല്ലീസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എല്ലൻ ഗ്രേ എന്നായിരുന്നു. എഡിത്ത് എല്ലൻ ഗ്രേ എന്നാണ് നെല്ലീസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര്. 1934 ബോംബെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ്. ബോംബെ സമ്മേളനം 1934 അല്ലേ. 1934 ബോംബെ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1934 ബോംബെ സമ്മേളനത്തിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ്. 1935 ബോംബെ സമ്മേളനം തന്നെയാണ്. ബോംബെയിൽ തന്നെയാണ് സ്ഥലം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിലെയും പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പം 2 പ്രാവശ്യം 1934-ലും 35-ലും രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. ബോംബെയിലാണ് 2 സമ്മേളനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. 34-ലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് ചർച്ച ചെയ്ത സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1935 ബോംബെ സമ്മേളനത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടതാണ് കേട്ടോ. ഇനി 1936 ഫെയ്സ്പൂർ അഥവാ മഹാരാഷ്ട്ര അല്ലേ. മഹാരാഷ്ട്രയിലാണ് ഫെയ്സ്പൂർ. അപ്പം അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് പ്രസിഡന്റ് ആയിരുന്നത്. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു. ഭരണഘടന നിർമ്മിക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഫൈസ്പൂർ സമ്മേളനം നടന്നത് 1937 എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1938 ഹരിപുര, ഗുജറാത്തിലെ ഹരിപുര സമ്മേളനമാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പ്രസിഡന്റ്. 1938 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനം ആയിരുന്നു ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ സമ്മേളനമായിരുന്നു ഹരിപുര സമ്മേളനം 1938. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് രൂപീകരിച്ചു. 1939 ത്രിപുരി, മധ്യപ്രദേശ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പ്രസിഡന്റ്. അപ്പോൾ 1939 ത്രിപുരി, മധ്യപ്രദേശിലെ ത്രിപുരയിലെ സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഇത്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനി ആയിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനൈക്യം മൂലം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം പ്രസിഡന്റായത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാജേന്ദ്ര പ്രസാദ്. SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഈ ഒരു സമ്മേളനം. ത്രിപുരി സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിരുന്നത്. 1940 സമ്മേളനം രാംഗഡ്, ജാർഖണ്ഡ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ സമരം, സിംല സമ്മേളനം തുടങ്ങിയവ നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. സ്വതന്ത്രത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇനി അടുത്തതായിട്ട് 1946 സമ്മേളനം മീററ്റിൽ വെച്ചിട്ടാണ്. മീററ്റിൽ JB കൃപലാനിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനി ആയിരുന്നു. 1946 സമ്മേളനം കേട്ടോ. 1946 മീററ്റ്, JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. 1948 ജയ്പൂർ സമ്മേളനത്തിലെ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഈ ഒരു സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു.
ജയ്പൂരിൽ വെച്ചിട്ടാണ് 1948 ഈ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത്. സ്വതന്ത്രത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാരാമയ്യയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ച കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. 1950 നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്നിട്ടുള്ള സമ്മേളനമാണ് 1950. പുരുഷോത്തം ദാസ് ദണ്ഡനാണ് അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1955 ആവടി സമ്മേളനം. തമിഴ്നാട്ടിലാണ് ആവടി സമ്മേളനം. UN ഡേബർ ആയിരുന്നു പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. 1959 ഡൽഹി സമ്മേളനം, പ്രത്യേക സമ്മേളനം. ഇന്ദിരാഗാന്ധി ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. 1985 ബോംബെ സമ്മേളനം. രാജീവ് ഗാന്ധി ആയിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ പ്രസിഡന്റ് രാജീവ് ഗാന്ധി ആയിരുന്നു കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 1997 കൽക്കട്ട സമ്മേളനം. സീതാറാം കേസരി ആയിരുന്നു പ്രസിഡന്റ്. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് സീതാറാം കേസരി. 1998 കൽക്കട്ട. സോണിയാഗാന്ധി ആയിരുന്നു പ്രസിഡന്റ്. സ്വതന്ത്രത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയായിരുന്നു സോണിയാഗാന്ധി. കോൺഗ്രസ് രൂപീകരണത്തിന്റെ 125ാം വാർഷികത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത് സോണിയാഗാന്ധിയാണ്. 2017 ഡൽഹി. രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രസിഡന്റ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2017 ഡിസംബർ 16 2020 ഡൽഹി സമ്മേളനം. സോണിയാഗാന്ധി ആയിരുന്നു ആക്ടിംഗ്. ഇനി 2022 ഡൽഹി. മല്ലികാർജുൻ ഖാർഗെയാണ്. 2022 ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടിരുന്നത്. 2022 തെരഞ്ഞെടുപ്പിൽ 2022 തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചത് ശശി തരൂർ ആയിരുന്നു. ഇനി മഹാത്മാഗാന്ധി ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മഹാത്മാഗാന്ധി ജനനം 1869 ഒക്ടോബർ 2 അല്ലേ. ജനനം എന്ന് പറയുന്നത് 1869 ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനമാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്തറിലാണ്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. കീർത്തി മന്ദിർ എന്നാണ്. മഹാത്മാഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. മഹാത്മാഗാന്ധിയുടെ മാതാവ് പുത്ലിബായി ആണ്. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മോനിയ എന്നായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പത്നി 1883 വിവാഹം കഴിച്ചത് കസ്തൂർബ ഗാന്ധിയെ ആയിരുന്നു. മഹാത്മാഗാന്ധിയുടെ പത്നി എന്ന് പറയുന്നത് കസ്തൂർബ ഗാന്ധി ആയിരുന്നു. ബാല്യകാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം രാജാ ഹരിചന്ദ്രയാണ്. ബാല്യകാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം. ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് 1888 അല്ലേ. 1888 നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ പോയിട്ടുള്ളത്. നിയമ പഠനത്തിന് ശേഷം ഗാന്ധിജി തിരിച്ചെത്തിയത് 1891 നിയമ പഠനത്തിന് ശേഷം ഗാന്ധിജി തിരിച്ചെത്തിയത്. ജീവിതത്തിൽ ആദ്യമായി ഗാന്ധിജി പ്രസംഗിച്ച യോഗം വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗത്തിലാണ് 1891 ഫെബ്രുവരി 20. ഇന്ത്യയിൽ അഭിഭാഷകനായ ഗാന്ധിജി പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങളാണ് രാജ്കോട്ട്, ബോംബെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893 24ാം വയസ്സിലാണ്. ആരുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയതെന്ന് ചോദിച്ചാൽ അത് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടേതാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പീറ്റർ മാരിസ്ബർഗ് ആണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജൻ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് ദാദാ അബ്ദുള്ളയായിരുന്നു. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം 1896 ഗോഖലെയെ കണ്ടുമുട്ടിയത് 1896 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയാണ്. ബൂവർ യുദ്ധത്തിൽ ഗാന്ധിജി നടത്തിയ സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിന് കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം 1915. ജോഹാനസ്ബർഗിൽ ആദ്യത്തെ വക്കീൽ ഓഫീസ് ആരംഭിച്ച വർഷം 1903. ഗാന്ധിജി അദ്ദേഹത്തെ വാച്ചിനെ തൂക്കുകടികാരത്തെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നായിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് 1904.
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ എന്നതായിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ 1904. ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു മൻസുഖ് ലാൽ നാസർ ആയിരുന്നു. മൻസുഖ് ലാൽ നാസറാണ് ആദ്യത്തെ ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യ എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഭരണഘടനയുടെ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ നമ്മൾ കഴിയാറായിട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞത്. ഇനി അധികം പേജുകളില്ല, വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ. പ്രധാനമന്ത്രിമാരും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ പൊളിറ്റിക്സ് വലിയൊരു ഭാഗമായിരുന്നു, അത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം പ്രധാനമന്ത്രിമാരെ പ്രത്യേകതകൾ. അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായിട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ 47 മുതൽ 64 വരെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജനനം 1889 നവംബർ 14 അലഹബാദിൽ. മരണം 1964 മെയ് 27 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രിയായിരുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് JB കൃപലാനി ആയിരുന്നു 1963. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 1938 രൂപീകൃതമായിട്ടുള്ള നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു. 1950 മാർച്ച് 15 നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 അതിൻ്റെ ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് 1952 നിലവിൽ വന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടത് നെഹ്റു ആണ്. എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് നെഹ്റുവിനെ കുറിച്ചാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. 1954 ഏപ്രിൽ 29 ചൈനീസ് ഭരണാധികാരിയായ ചൗ എൻലായിയോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. 1955 പഞ്ചായത്തി രാജ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഏഷ്യൻ ഗെയിംസിന് പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് നെഹ്റുവാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് 1951 ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയായിരുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952 ആരംഭിച്ച പ്രധാനമന്ത്രി. 1946 സെപ്റ്റംബർ 2 രൂപം കൊണ്ട ഇടക്കാല ഗവൺമെൻറ് വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് നെഹ്റുവാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ്. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നു. ഇനി പ്രധാന കൃതികളാണ്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ 1929, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ആൻ ഓട്ടോബയോഗ്രഫി ടുവേർഡ് ഫ്രീഡം, ദ യൂണിറ്റി ഓഫ് ഇന്ത്യ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ശ്രീരാമകൃഷ്ണ, സ്വാമി വിവേകാനന്ദ, എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്, ഇന്ത്യസ് ഫ്രീഡം, വാട്ട് ഈസ് റിലീജിയൻ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ജനനം 1904 ഒക്ടോബർ 2 വാരണാസിയിലായിരുന്നു. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ജനനം. മരണം 1966 ജനുവരി 11. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനമായ ഇന്ത്യൻ നേതാവാണ്. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയായിരുന്നു.
ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ്. 1966 ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. അടുത്തത് ഇന്ദിരാഗാന്ധിയാണ്. 1966 to 77 വരെയും 80 മുതൽ 84 വരെയുമാണ് അല്ലേ. ജനനം 1917 നവംബർ 19 അലഹബാദിലായിരുന്നു. മരണം 1984 ഒക്ടോബർ 31. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി. ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആദ്യ വനിതയാണ്. രണ്ടാമത് നിർമ്മല സീതാരാമനാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഏക വനിതയാണ്. രാജ്യസഭ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയാണ്. രാജ്യസഭയിലെ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഏക വ്യക്തിയാണ്, ആദ്യ വ്യക്തിയാണ്. ഇനി പ്രിയദർശിനി എന്ന് ഇന്ദിരാഗാന്ധിയെ വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. സ്വതന്ത്ര സമര സേനാനികളെ സഹായിക്കാൻ ഇന്ദിരാഗാന്ധി രൂപീകരിച്ച സംഘടനയാണ് വാനരസേന എന്നുള്ളത് സ്വതന്ത്ര സമര സേനാനികളെ സഹായിക്കാൻ ഇന്ദിരാഗാന്ധി രൂപീകരിച്ച സംഘടനയാണ്. മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി 1971 ഭാരതരത്നം ലഭിച്ച ആദ്യ വനിതയാണ്. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുമായി 1972 ജൂലൈ 2 സിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇനി മുദ്രാവാക്യങ്ങളാണ്. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടർച്ച നീക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് AB വാജ്പേയി ആണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് നരേന്ദ്രമോദിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. 1974 മെയ് 18. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് പര്യവേഷണ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1984 സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ പ്രധാനമന്ത്രി. വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. 1984 ഒക്ടോബർ 31. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തിസ്ഥലാണ് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം. അപ്പോൾ ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അല്ലേ. ഉരുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ശക്തിയുള്ളതാണല്ലോ. അപ്പോൾ എന്താണ്, ശക്തി സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് ഓർത്തു വെക്കുക. താക്കർ കമ്മീഷനാണ് അദ്ദേഹത്തിൻ്റെ വധം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ടും ചരമദിനമായിട്ടുള്ള ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. പ്രധാന കൃതികൾ ചോദിച്ചാൽ എ ജേർണി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, എറ്റേണൽ ഇന്ത്യ, മൈ ട്രൂത്ത് ആത്മകഥയാണ്, ഓൺ പീപ്പിൾസ് പ്രോബ്ലംസ്. ഇനി അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നോക്കാം. ഗാന്ധിജി ഏതാണ്, രാജ്ഘട്ടാണ് അല്ലേ. ഗാന്ധിജി രാജ്ഘട്ട് ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവാട്ടോ. ഗാന്ധിജി രാജ്ഘട്ട്, ഗാന്ധിജി ആണെങ്കിൽ രാജ്ഘട്ട് ഇന്ത്യയുടെ ഗാന്ധിജി രാജ്ഘട്ട്. ഇനി ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ വിജയ്ഘട്ടാണ്. രാജ്ഘട്ട് ഏതാണ്, ഗാന്ധിജിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ആണെങ്കിൽ വിജയ്ഘട്ടാണ്. മൊറാർജി ദേശായി ആണെങ്കിൽ അഭയ്ഘട്ടാണ്. അഭയ്ഘട്ടാണ് മൊറാർജി ദേശായി. ചരൺ സിംഗ് കിസാൻ ഘട്ട്. ഇതിനൊരു കോഡൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ കമൻസിൽ അറിയിക്കാം കേട്ടോ. അപ്പം ചരൺ സിംഗ് കിസാൻ ഘട്ട്.
ഗുൽസാരി ലാൽ നന്ദ നാരായൺ ഘട്ട്, ഗുൽസാരി ലാൽ നന്ദ നാരായൺ ഘട്ട്, കൃഷൻകാന്ത് നിഗംബോധ് ഘട്ട്, കൃഷൻകാന്ത് നിഗംബോധ് ഘട്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ട് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ട്. നെഹ്റു ആണെങ്കിൽ ശാന്തിവനം, നെഹ്റു ശാന്തിവനം, നെഹ്റു ശാന്തിവനം. സഞ്ജയ് ഗാന്ധി ശാന്തിവനമാണ്, സഞ്ജയ് ഗാന്ധി ശാന്തിവനമാണ്. ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ശക്തിസ്ഥലാണ്, ശക്തിസ്ഥലാണ്. ജഗജീവൻ റാം സമതാ സ്ഥൽ, സമതാ സ്ഥലാണ് ജഗജീവൻ റാം. ദേവിലാൽ സംഘർഷ് സ്ഥൽ, സംഘർഷ് സ്ഥലാണ് ദേവിലാൽ. സെയിൽ സിംഗ് ഏകതാ സ്ഥൽ, സെയിൽ സിംഗ് ആണെങ്കിൽ ഏകതാ സ്ഥലാണ്. ചന്ദ്രശേഖർ ആണെങ്കിൽ ജനനായക സ്ഥലാണ്, ചന്ദ്രശേഖർ ജനനായക സ്ഥൽ. ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി, കർമ്മഭൂമി ശങ്കർ ദയാൽ ശർമ്മ. രാജീവ് ഗാന്ധി വീർഭൂമി, രാജീവ് ഗാന്ധി വീർഭൂമി. ബി ആർ അംബേദ്കർ ചൈത്യഭൂമി, ചൈത്യഭൂമി ബി ആർ അംബേദ്കർ. കെ ആർ നാരായണൻ കർമ്മഭൂമി, കെ ആർ നാരായണൻ കർമ്മഭൂമി ഉദയഭൂമി. നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്, ബുദ്ധപൂർണിമ പാർക്ക് നരസിംഹറാവു. എ ബി വാജ്പേയി രാഷ്ട്രീയ സ്മൃതി സ്ഥലാണ്. ഇനി അടുത്തതായിട്ട് ഫിസിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ സ്ഥിതവൈദ്യുതി. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ, ഇൻസുലേറ്ററുകൾ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനം വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിംഗ് ആണ്. വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിംഗ് ആണ് ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനം. വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങളാണ് സ്ഥിതവൈദ്യുതിയും ധാരാവൈദ്യുതിയും. സ്ഥിരവൈദ്യുതിയും ധാരാവൈദ്യുതിയും വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങളാണ്. ഒരു വസ്തുവിന് ലഭിക്കുന്ന വൈദ്യുത ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കാതെ അതേ വസ്തുവിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിതവൈദ്യുതി. ഒരു വസ്തുവിന് ലഭിക്കുന്ന വൈദ്യുത ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കാതെ അതേ വസ്തുവിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിതവൈദ്യുതി. ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമയം തന്നെ വ്യാപിക്കുന്നു. അതിനാൽ ലോഹങ്ങളിൽ സ്ഥിതവൈദ്യുത ചാർജ് സ്വരൂപിക്കപ്പെടുന്നില്ല. അപ്പം ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമയം തന്നെ വ്യാപിക്കുന്നു. അതിനാൽ ലോഹങ്ങളിൽ സ്ഥിതവൈദ്യുത ചാർജ് സ്വരൂപിക്കുന്നില്ല. ലോഹങ്ങളിൽ എന്തില്ല, സ്ഥിതവൈദ്യുത ചാർജ് ഇല്ല എന്നാണ് പറയുന്നത്. അത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതുകൊണ്ട് അത് സ്ഥിതവൈദ്യുത ചാർജ് അല്ല എന്നാണ് പറയുന്നത്. വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ. ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ചാർജുള്ള വസ്തു എന്ത് ചെയ്യുന്നു, ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു, സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കുവാൻ കഴിയുന്ന ബലമാണ് സ്ഥിതവൈദ്യുത ബലം എന്ന് പറയുന്നത്. സ്ഥിതവൈദ്യുത ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലമാണ്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ ഗ്ലാസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായിട്ട് ഉരസുമ്പോൾ ഗ്ലാസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ സിൽക്കിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായിട്ട് ഉരസുമ്പോൾ സിൽക്കിൻ്റെ ചാർജ് നെഗറ്റീവാണ്. സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഇലക്ട്രോസ്കോപ്പാണ്. സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോസ്കോപ്പാണ്. വൈദ്യുത ചാർജ് ഒരു അദിശ അളവാണ്. വൈദ്യുത ചാർജ് എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാകുന്ന പ്രവർത്തനം ഡിസ്ചാർജിംഗ് ആണ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാകുന്ന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിസ്ചാർജിംഗ് ആണ്. സ്ഥിതവൈദ്യുത പ്രേരണം. അപ്പോൾ സ്ഥിതവൈദ്യുത പ്രേരണം നോക്കാം. ചാർജ് ചെയ്ത ഒരു വസ്തുവിൽ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നത് സമ്പർക്കം വഴിയുള്ള ചാർജിംഗ് ആണ്. സമ്പർക്കം വഴി ചാർജ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കളും ഒരേ ഇനം ചാർജ് ആയിരിക്കും. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിതവൈദ്യുത പ്രേരണം എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിനെ രൂപപ്പെടുത്തുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. ഇനി ധാരാവൈദ്യുതിയാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കാണ് ധാരാവൈദ്യുതി. വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കിനെയാണ് ധാരാവൈദ്യുതി എന്ന് പറയുന്നത്. ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാരാവൈദ്യുതി. ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാരാവൈദ്യുതി. DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം ബാറ്ററികൾ, സോളാർ സെല്ല്, തെർമോകപ്പിൾ. DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ബാറ്ററികൾ, സോളാർ സെല്ല്, തെർമോകപ്പിൾ. ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാവൈദ്യുതി. പ്രത്യാവർത്തി ധാരാവൈദ്യുതി അഥവാ AC എന്ന് പറയുന്നത് ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ്. DCയേക്കാൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് AC വൈദ്യുതിയാണ്. DC വൈദ്യുതിയെ അപേക്ഷിച്ച് AC വൈദ്യുതി പവർ നഷ്ടം കൂടാതെ കൂടുതൽ ദൂരത്തേക്ക് പ്രേഷണം ചെയ്യാൻ സാധിക്കുന്നു. നേരിയ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്ററാണ്. ഗാൽവനോമീറ്ററാണ് നേരിയ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്റർ.
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് നീക്കാൻ ആവശ്യമായ പ്രവൃത്തി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് നീക്കാൻ ആവശ്യമായ പ്രവൃത്തി ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഒരു ചാലകത്തിന്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരു ചാലകത്തിന്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ടാണ്. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളം ചാർജ് എത്തിക്കാൻ വേണ്ടി ഒരു ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളം ചാർജ് എത്തിക്കാൻ വേണ്ടി ഒരു ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ടാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ രണ്ട് ചാർജുകൾ വേണം അല്ലേ. ഒരു നെഗറ്റീവും വേണം, ഒരു പോസിറ്റീവും വേണം. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്താണ്? അതൊരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഒരു സെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? 2 ചാർജുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 ബിന്ദുക്കളിൽ 2 തരത്തിലുള്ള ചാർജ്, പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കിട്ടുള്ളൂ. അപ്പം അവിടെ നമുക്ക് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്? അവിടെ നമുക്കൊരു സെല്ല് അവിടെ അനിവാര്യമാണ്. അപ്പം അതിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചാലകത്തിന്റെ 2 ബിന്ദുക്കളിടയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണം. അപ്പം വൈദ്യുത പ്രവാഹം 2 ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടായിരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ 2 ചാർജുകൾ വേണം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. അത്രയും ഓർത്തു വെക്കുക. ഇനി ഒരു വൈദ്യുത സ്രോതസ് ഓപ്പൺ സർക്യൂട്ടിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത്. അപ്പം ഒരു വൈദ്യുത സ്രോതസ് സെല്ല് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ EMF. ഒരു സെല്ലിൻ്റെ EMF അളക്കുന്ന യൂണിറ്റാണ് വോൾട്ട്. ഒരു സെല്ലിൻ്റെ EMF അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് വോൾട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ ഘടിപ്പിക്കേണ്ടത് സമാന്തരമായിട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും ഘടിപ്പിക്കേണ്ടത് ഏത് രീതിയിലാണ്? സമാന്തര രീതിയിലാണ്. ഇനി നമുക്ക് എർത്തിങ് എന്താണെന്ന് നോക്കാം. എർത്തിങ് ആണ്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് എർത്തിങ് ആണ്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് എർത്തിങ് ആണ്. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്നും വസ്തുവിൽ നിന്നും ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് പൂർണ്ണമായും നിർവീര്യമാക്കുന്നു. ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. ഇതുകൊണ്ട് ഭൂമി അറിയപ്പെടുന്നത് ഇലക്ട്രോൺ ബാങ്ക് എന്നാണ്. എർത്തിങ്ങിൻ്റെ പ്രതീകം ഒന്ന് നോക്കി വെച്ചോളാം. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീകം ഒന്ന് നോക്കി വെച്ചോളാം. ഇനി കപ്പാസിറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്താണ്? വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പളവിലുള്ള ഒരു കപ്പാസിറ്ററിന്റെ വൈദ്യുതി സംഭരിക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന അനുയോജ്യമായ ഇൻസുലേറ്ററുകളാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പളവിലുള്ള ഒരു കപ്പാസിറ്ററിന്റെ വൈദ്യുതി സംഭരിക്കുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന അനുയോജ്യമായിട്ടുള്ള ഇൻസുലേറ്ററുകളാണ് ഡൈ ഇലക്ട്രിക്. ഡൈ ഇലക്ട്രിക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പേപ്പർ, വായു, പോളിയസ്റ്റർ എന്നിവ ഡൈ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഡൈ ഇലക്ട്രിക്കുകളുടെ പേരിലാണ് സാധാരണയായി കപ്പാസിറ്ററുകൾ അറിയപ്പെടുന്നത്. കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിക്കുവാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിക്കുവാനുള്ള ശേഷിയാണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാരഡ് ആണ്. ഒരു F എന്ന് പറയുന്നത് 10⁻6 UF ആണ്, മൈക്രോ ഫാരഡ് ആണ്. ഒരു F എന്ന് പറയുന്നത് 10⁻12 PF ആണ്, പീക്കോ ഫാരഡ് ആണ്. ഇനി സെല്ലാണ് നോക്കുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്രോതസ്സാണ് സെല്ല് എന്ന് പറയുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്രോതസ്സിനെ സെല്ല് എന്ന് പറയുന്നു. സെല്ലുകളെ 2 രീതിയിൽ ബന്ധിപ്പിക്കാം. ശ്രേണി രീതിയായിട്ടും സമാന്തര രീതിയായിട്ടും ബന്ധിപ്പിക്കാം. ഇപ്പോൾ ഈ ശ്രേണി രീതിയും സമാന്തര രീതിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ടും ഈ ശ്രേണി രീതി എന്താണ്, സമാന്തര രീതി എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു സെല്ലിൽ പോസിറ്റീവിനെ രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തേതിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ ഘടിപ്പിക്കുന്നത് ശ്രേണി രീതിയിലാണ്. അപ്പോൾ അമ്മീറ്റർ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ അത് ശ്രേണി രീതിയിലാണ്. ഇനി ശ്രേണി രീതിയുടെ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ശ്രേണി രീതിയുടെ ആകെ EMF എന്ന് പറയുന്നത് സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFന് ആകെ തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി. ഇപ്പോൾ സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി. അത് സമാന്തര രീതിയിൽ ഒരേ EMFിലുള്ള സെല്ലുകൾ ആണെങ്കിൽ
ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിലെ EMFന് തുല്യമായിരിക്കും. സമാന്തര രീതിയിൽ സർക്യൂട്ടിലെ ആകെ സെല്ലുകളുടെ വിഭജിച്ച് പ്രവഹിക്കുന്നു. സമാന്തര രീതിയിൽ സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം വളരെ കുറവായിരിക്കും. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ അളവ് ബൈ പ്രവഹിച്ച സമയമാണ്. Q/T ആണ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ അളവ് ബൈ പ്രവഹിച്ച സമയം. കറണ്ടിൻ്റെ യൂണിറ്റ് ചാർജിൻ്റെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ് ആണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഒരു A എന്ന് പറയുന്നത് ഒരു കൂളോം ബൈ ഒരു സെക്കൻഡ് ആണ്. രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും വൈദ്യുതോർജ്ജം രാസോർജ്ജമായും മാറുന്ന സംവിധാനമാണ് രാസസെല്ല്. രാസസെല്ല് എന്ന് പറയുന്നത് രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും വൈദ്യുതോർജ്ജം രാസോർജ്ജമായും മാറുന്ന സംവിധാനമാണ് രാസസെല്ല്. ആദ്യമായി വൈദ്യുത രാസസെല്ല് നിർമ്മിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. അനേകം സെല്ലുകൾ ഘടിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് ബാറ്ററി. ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവാനിക് സെല്ല്. വോൾട്ടായിക് സെല്ല്. വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. വാഹനങ്ങൾ, ഇൻവെർട്ടർ, UPS എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെല്ല്. ലെഡ് സ്റ്റോറേജ് സെല്ല് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. കോഴ്സ്, വാച്ച്, ടോയ്സ്, കാൽക്കുലേറ്റർ, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെല്ല്. 1.35 വോൾട്ട് ആണ്. ബട്ടൺ സെൽ എന്നറിയപ്പെടുന്നത് മെർക്കുറി സെല്ലാണ്. വാച്ചിലെ കോഴ്സ് ക്രിസ്റ്റലിന്റെ പ്രവർത്തന തത്വം വൈദ്യുതിയാണ്. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി ആണ്. ടോർച്ച് സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം വൈദ്യുത രാസപ്രവർത്തനമാണ്. വോൾട്ടായിക് സെല്ലിന്റെ വോൾട്ടത 1 വോൾട്ട് ആണ്. ടോർച്ച് സെല്ലാണ്. ട്രൈ സെല്ലിന്റെ വോൾട്ടത എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. ട്രൈസെല്ലിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് ആനോഡ്, സിങ്ക് ആണ്. ട്രൈസെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ്, കാർബൺ ആണ്. ഇനി മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത എന്ന് പറയുന്നത് 3.7 വോൾട്ട് ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സെൽഫോൺ നിർമ്മിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ ആണ്. ഇനി അടുത്തതായിട്ട് വൈദ്യുത ചാർജിൻ്റെ വിതരണമാണ്. ഒരു ചാലകത്തിൻ്റെ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. കൂർത്ത അഗ്രങ്ങളിൽ ചാർജ് ഏറ്റവും കൂടുതൽ അളവ് കൂടുതലായിരിക്കും. കൂർത്ത അഗ്രങ്ങളിലുള്ള ചാർജിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ലോഹങ്ങളാണ്. അലോഹങ്ങൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കെമിസ്ട്രിയിലെ. അപ്പം ആസിഡൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഭൗമോപരിതലത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? അലുമിനിയമാണ് അല്ലേ? അലുമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസ്റ്റാറ്റിൻ ആണ്. അസ്റ്റാറ്റിൻ. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെമ്പാണ്. അത് ചെമ്പാണ്. ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഏതാണ്? അത് ഇറിഡിയമാണ് അല്ലേ? ഇറിഡിയമാണ് ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഇറിഡിയമാണ്. ഇനി മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ്. ഏറ്റവും വിലയേറിയ ലോഹങ്ങളാണ് റോഡിയവും പ്ലാറ്റിനവും. ഏറ്റവും വിലയേറിയ ലോഹങ്ങളാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറിയാണ്. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോമിനാണ്. അപ്പം ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറിയാണ്. അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോമിനാണ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹമാണ് ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനമാണ്. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം. കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ള മൂലകമാണ് തോറിയം. കേരളത്തിൽ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള അണുശക്തി പ്രാധാന്യമുള്ള മൂലകമാണ് തോറിയം. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന മൂലകമാണ് തോറിയം. ഇപ്പോൾ ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് തോറിയമാണ്. നിയോഡിമിയം ലോഹം ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് മോണോസൈറ്റ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ട്യൂബ് ലൈറ്റിൻ്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് മോളിബ്ഡിനം. ലോഹങ്ങളിൽ അവയ്ക്ക് ആറ്റങ്ങളെ പരസ്പരം ആകർഷിച്ചു നിർത്തുന്ന ബലമാണ് ലോഹീയ ബന്ധനം. ലോഹീയ ബന്ധനം വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട 2 സിദ്ധാന്തങ്ങളാണ് ഇലക്ട്രോൺ സി മോഡൽ, ബാൻഡ് തിയറി.
ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലോഹത്തിന് ഉണ്ടാകുന്ന നാശമാണ് ലോഹനാശനം. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലോഹങ്ങൾക്ക് ഉണ്ടാക്കുന്ന നാശമാണ് ലോഹനാശനം. ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾക്ക് ഉദാഹരണം സ്വർണവും പ്ലാറ്റിനവുമാണ്. ലോഹം, ദ്രവണാങ്കം, തിളനില, സാന്ദ്രത. അപ്പോൾ ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് 1538 തിളനിലയാണെങ്കിൽ 2861, സാന്ദ്രത 7.873. ഇനി വെള്ളിയാണെങ്കിൽ 961 ദ്രവണാങ്കം വരുന്നത്, 2162 തിളനില വരുന്നത്, 10.500 സാന്ദ്രത. ഇനി സ്വർണ്ണമാണെങ്കിൽ 1064 ദ്രവണാങ്കം, തിളനില വരുന്നത് 2836, 19.281 സാന്ദ്രത. ടങ്സ്റ്റൺ ആണെങ്കിൽ 3414 ദ്രവണാങ്കം, 5555 തിളനില, 19.254 സാന്ദ്രത. ടൈറ്റാനിയം 1670 ദ്രവണാങ്കം, തിളനിലയാണെങ്കിൽ 3287, സാന്ദ്രത 4.508. കോപ്പർ ആണെങ്കിൽ 1084, 2562 തിളനില, 8.933 സാന്ദ്രത. ക്രോമിയോ ആണെങ്കിൽ 1907, 2671 തിളനില, 7.194 സാന്ദ്രത വരുന്നത്. ഇനി അയിരുകളാണ്. അയിരുകൾ നോക്കാം. ലിഥിയം, പെറ്റാലൈറ്റ്, സ്പോഡുമെൻ, ലിപിഡോലൈറ്റ്. ഏതൊക്കെയാണ്? ലിഥിയത്തിൻ്റെ പെറ്റാലൈറ്റ്, സ്പോഡുമെൻ, ലിപിഡോലൈറ്റ്. പെറ്റാലൈറ്റ്, സ്പോഡുമെൻ, ലിപിഡോലൈറ്റ്. ഇനി സോഡിയം, അംബിബോള്, റോക്ക് സാൾട്ട്, ചിലി സാൾട്ട് പീറ്റർ, ബെറാക്സ്, ചിലി സാൾട്ട് പീറ്റർ, ബൊറാക്സ്. ഇനി പൊട്ടാസ്യം, സിൽവർ, കർണലൈറ്റ്, സിൽവിൻ, കാർണലൈറ്റ്, ഫെൽസ്പാർ, സാൾട്ട് പീറ്റർ, ഫെൽസ്പാർ, കർണലൈറ്റ്, സിൽവിൻ. പൊട്ടാസ്യത്തിൻ്റെ മഗ്നീഷ്യം ആണെങ്കിൽ മാഗ്നറ്റൈറ്റ്, ഡോളമൈറ്റ്, കാൾസൈറ്റ്. കാൽസ്യത്തിൻ്റേത് ജിപ്സം, ഫ്ലൂർസ്പാർ, ഡോളമൈറ്റ്. ഡോളമൈറ്റ്. ഇനി ബേരിയം, ബറൈറ്റ്, അയൺ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പെറൈറ്റിസ്. അലുമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, അലുമിനിയം. ടിന്ന്, കാസിറ്ററൈറ്റ്, ലെഡ്, ഗലീന, സെറൂസൈറ്റ്, ലിത്താർജ്, ലെഡ്. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിൻസൈറ്റ്. കോപ്പർ, മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പെറൈറ്റിസ്, മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ. യുറേനിയം, പിച്ച് ബ്ലെൻഡ്, തോറിയം മോണോസൈറ്റ്, മെർക്കുറി, സിന്നബാർ, സ്വർണം, ബിസ്മത്ത്, അറേറ്റ്, സ്വർണം. ആൻറ്റിമണി, സ്റ്റിപ്നൈറ്റ്, ബോറോണ്, ടിൻകൽ, ബോറോണ്. ബേരിയം ആണെങ്കിൽ ബറൈറ്റ്. ടൈറ്റാനിയം, റൂട്ടൈൽ, ഇൽമനൈറ്റ്. മാംഗനീസ്, പെയ്റോലൂസൈറ്റ്. വനേഡിയം, പെട്രോനൈറ്റ്, വനേഡിയം. നിക്കൽ, പെൻലാൻഡൈറ്റ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാലക്കൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കോപ്പറിൻ്റേതാണ് അല്ലേ. കോപ്പറിൻ്റെ മറ്റ് അയിരുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പെറൈറ്റിസ് അല്ലേ. കോപ്പർ പെറൈറ്റിസ്. ഇനി കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അത് സിങ്കിൻ്റെ അയിരാണ് അല്ലേ. അത് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ്. അപ്പോൾ സിങ്കിൻ്റെ മറ്റ് അയിരുകൾ നോക്കാം. സിങ്ക് ബ്ലെൻഡ്, കലാമിന്, സിൻസൈറ്റ്. ഇനി ആൽക്കലി ലോഹങ്ങളാണ് പഠിക്കുന്നത്. ആൽക്കലി ലോഹങ്ങൾ ഉൾപ്പെടുന്നവ ഒന്നാം ഗ്രൂപ്പിലെ ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ ആൽക്കലി ലോഹങ്ങളിൽ പെടുന്നവയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മൾ ഒന്നിച്ച് പഠിച്ചു പോയതാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ആണല്ലേ. അപ്പം അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്ന് പറയുന്നത്, ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളെല്ലാവരും ഓർത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ്. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇനി സോഡിയം, പൊട്ടാസ്യത്തെ കുറിച്ച് നോക്കാം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് ഇവ.
മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. ഇനി ലിഥിയമാണ്. ഏറ്റവും ലഘുവായ ലോഹമാണ്. ഏറ്റവും ലഘുവായിട്ടുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലിഥിയമാണ്. ആദ്യത്തെ ആൽക്കലി ലോഹമാണ് ലിഥിയം. അപ്പം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, സീസിയം, ഫ്രാൻസിയം ആണല്ലോ. അപ്പം ആദ്യത്തേത് ലിഥിയമാണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ഏറ്റവും വീര്യമുള്ള നിരോക്സീകാരിയാണ്. ലിഥിയത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 0.534 ഗ്രാം/cm3 ആണ്. ഇനി സോഡിയമാണ്. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം തണുത്ത ജലത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസസമവാക്യം 2Na പ്ലസ് H2O, പിന്നെ എന്താണ്, ഗ്യൂസ് 2Na അല്ലേ, 2Na 2NaOH പ്ലസ് H2 ആണ്. ഇനി സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്നത് ക്ലോറിനാണ്. സയനൈഡ് വിഷബാധയുടെ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റ് ആണ്. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സർ ആയി ഉപയോഗിക്കുന്നത് ഹൈപ്പോ ആണ്. സോഡിയം തയോസൾഫേറ്റ് തയോ. ഇനി കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നത് സോഡിയം അസൈഡ് ആണ്. സോഡിയം ലോഹം ജലത്തിൽ ഇട്ടാൽ ഹൈഡ്രജൻ ഉണ്ടാകും. ഈ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രണ്ടാമത്തെ ഉൽപ്പന്നം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി സോഡിയം പെട്രോളിയം നിർമ്മാണത്തിനും റീഫൈനിങ്ങിനും ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന സെൽ കെൽനർ സെല്ലാണ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന സെല്ല്. അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം പെറോക്സൈഡ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോഡിയമാണ്. ത്വക്ക് രോഗങ്ങൾക്ക് ആൻറ്റിസെപ്റ്റിക് ആയി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തമാണ് സോഡിയം ബൈകാർബണേറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകരാണ് സുന്ദർലാൽ ബഹുഗുണ. ഭാരതത്തിലെ ശ്രദ്ധേയനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിൽ ആദ്യകാല പരിസ്ഥിതി പ്രവർത്തകനാണ് സുന്ദർലാൽ ബഹുഗുണ. തഹരി അണക്കെട്ടിന്റെ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ സൂചകമായി ഭഗീരഥി തീരത്ത് ഉപവാസം നടത്തിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. ഭഗീരഥി നദീതീരത്താണ് ഉപവാസം നടത്തിയിട്ടുള്ളത് തഹരി അണക്കെട്ടിന് വേണ്ടി നിർമ്മാണത്തിന്റെ എതിരെയായിട്ട്. ഇനി ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സുന്ദർലാൽ ബഹുഗുണ. വന്ദന ശിവ ജൈവസമ്പന്നത, ജൈവ സാങ്കേതികത, ജൈവ നൈതികത, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നീ രംഗങ്ങളിൽ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വന്ദന ശിവ. നവധാന്യ പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് വന്ദന ശിവ. നവധാന്യ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ലഭിച്ച വേമ്പനാട് കായലിന്റെ ജീവസേന ശുചീകരിക്കുന്ന തൊഴിലാളിയാണ് NS രാജപ്പൻ. തായ്വാനിലെ ഉന്നത ബഹുമതിയായ ദ സുപ്രീം മാസ്റ്റർ ചിങ് ഹോയ് ഇന്റർനാഷണൽ വേൾഡ് പ്രൊട്ടക്ഷൻ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇനി അടുത്തതായിട്ട് മേധാ പട്കർ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകയാണ് മേധാ പട്കർ. 1989 ലോകത്തെ അണക്കെട്ടുകളുടെ പാരിസ്ഥിതിക, സാമൂഹ്യ, സാമ്പത്തിക ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ് മേധാ പട്കർ. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ് എന്ന സംഘടനയുടെ സ്ഥാപകയാണ് മേധാ പട്കർ. കേരളത്തിൽ ആദ്യമായി നേച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത് പ്രൊഫസർ ജോൺ സി ജേക്കബ് ആണ്. GD അഗർവാൾ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും ക്ലീൻ ഗംഗ ആക്ടിവിസ്റ്റും ആയിരുന്ന വ്യക്തിയാണ്. GD അഗർക്കർ അറിയപ്പെട്ടിരുന്നത് സ്വാമി ഗ്യാൻ സ്വരൂപ് സാനന്ദ്. ഗംഗാ നദി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 111 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചതിനെ തുടർന്ന് 2018 ഒക്ടോബർ 11 അന്തരിച്ചു. സുഗതകുമാരി കേരളത്തിലെ പരിസ്ഥിതി സാമൂഹിക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വനിതാ സുഗതകുമാരിയാണ്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ വലിയ പങ്കുവഹിച്ചു. പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു. ഇനി കല്ലേൻ പൊക്കുടനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. കേരളത്തിന്റെ തീരപ്രദേശത്ത് 1 ലക്ഷത്തോളം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കണ്ടൽ സംരക്ഷണത്തിന് ഒരു പുതിയ മാനം നൽകിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധമായ കേരളീയനാണ് കല്ലേൻ പൊക്കുടൻ. കണ്ടൽ വിദ്യാലയം സ്ഥാപിച്ച് സ്റ്റഡി ക്ലാസുകൾ സംഘടിപ്പിച്ചു. പൊക്കുടന്റെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ് സ്ഥലം. പ്രധാന കൃതികൾ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, ചുട്ടാച്ചി, കണ്ടൽ ഇനങ്ങൾ. പുരസ്കാരങ്ങൾ PV തമ്പി സ്മാരക പുരസ്കാരം 2001 ലഭിച്ചിട്ടുണ്ട്. ഭൂമിമിത്ര പുരസ്കാരം 2003, കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം 2006, ഹരിതവ്യക്തി പുരസ്കാരം കേരള സർക്കാർ 2010, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, കണ്ണൂർ സർവകലാശാല ആചാര്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്.
പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത സുഗതകുമാരിയാണ്. പുരസ്കാരങ്ങൾ: ലക്ഷ്മി അവാർഡ് സാമൂഹ്യ സേവനത്തിന്, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് 1986 ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ് ബിഷ്ണോയി പ്രസ്ഥാനം. 1730കളിൽ രാജസ്ഥാനിലെ ബിഷ്ണോയി ഗ്രാമത്തിൽ ജോധ്പൂർ രാജാവ് കൊട്ടാര നിർമ്മിതികൾക്കായിട്ട് മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ഗ്രാമത്തിലെ ഒരു സംഘം സ്ത്രീകൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ബിഷ്ണോയി പ്രസ്ഥാനം. ബിഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അമൃതാദേവി ബിഷ്ണോയിയാണ്. ബിഷ്ണോയി പ്രസ്ഥാനം ആരംഭിച്ചത് ഗജാർലിയിലാണ്, രാജസ്ഥാനിലെ ഗജാർലിയിലാണ്. അതെന്തിനാണ്? മരങ്ങൾ മുറിക്കുന്നതിനെതിരെയാണ് കേട്ടോ. മരങ്ങൾ മുറിക്കുന്നതിനെതിരെയാണ്. അമൃത ബിഷ്ണോയിലെ സ്മരണാർത്ഥം ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അമൃതദേവി ബിഷ്ണോയി നാഷണൽ അവാർഡ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഇനി ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനമാണ് നോക്കുന്നത്. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരമാണ് ചിപ്കോ പ്രസ്ഥാനം. ഉത്തർപ്രദേശ് ചമോലി ജില്ലയിലാണ്. നിലവിൽ ചമോലി ജില്ല ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്യുക. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ച വർഷം 1987. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. 1979 ഇറങ്ങിയ കോടതി വിധി അനുസരിച്ച് മധ്യപ്രദേശിലെ നർമ്മദ നദിയിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനെതിരെ നടന്ന സമരമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1985 ജംഗിൾ ബച്ചാവോ ആന്തോളൻ. 1980 സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതികൾക്കെതിരെ ബീഹാറിൽ നടന്ന പ്രക്ഷോഭമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയത് ബീഹാറിലെ സിഗ്മം ജില്ലയിലെ ആദിവാസികളാണ്. നിലവിൽ സിഗ്മം ജില്ല ജാർഖണ്ഡിലെ ഭാഗമാണ്. ഇനി അടുത്തത് അപ്പിക്കോ പ്രസ്ഥാനമാണ്. ഉത്തര കർണാടകയിലാണ് തേക്ക് പ്ലാന്റേഷന് വേണ്ടി സാധാരണ മരങ്ങൾ വെട്ടുന്നതിനുള്ള പ്രതിഷേധവുമായി ഭാഗമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. കന്നഡ ഭാഷയിൽ അപ്പിക്കോ എന്ന പദത്തിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നാണ്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥവും ആലിംഗനം ചെയ്യുക എന്ന് തന്നെയാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണയുടെ പിന്തുണയോടെ അപ്പിക്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെ. നവധാന്യ പ്രസ്ഥാനമാണ് അടുത്തത്. ജൈവ വൈവിധ്യ പരിപാലനം, ജൈവകൃഷി പ്രോത്സാഹനം, വിത്ത് സൂക്ഷിക്കൽ, കാർഷിക അവകാശ സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 1987 നവധാന്യ പ്രസ്ഥാനം സ്ഥാപിതമായി. മദർ എർത്ത് എന്ന അന്താരാഷ്ട്ര സംഘടനയുമായി സഹകരിച്ചാണ് ഇപ്പോൾ നവധാന്യം പ്രവർത്തിക്കുന്നത്. നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് വന്ദന ശിവയാണ്. വികാസ ബദലുകൾ നോക്കാം. 1982 സ്ഥാപിതമായതും ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സാമൂഹ്യ പരിസ്ഥിതി സംഘടനയാണ് വികസന ബദലുകൾ എന്ന സംരംഭത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് അശോക് ഘോസ്ല. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സയൻസിൽ നിന്നും നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മലയാളത്തിലെ ഭേദകമാണ് നോക്കുന്നത്. ഭേദകം വിശേഷണമാണ്. ക്രിയ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിരുന്നു. ഭേദകമാണ് ഇന്ന് നോക്കുന്നത്. ഏതിൻ്റെയെങ്കിലും പ്രത്യേക ഗുണത്തെ കാണിക്കുന്നതാണ് ഭേദകം എന്ന് പറയുന്നത്. ഏത് പദത്തെ വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷ്യം. അത് എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷണം. അപ്പോൾ ഏത് പദത്തെയാണോ വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷ്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ അത് വിശേഷണമാണ്. നന്നായി പാടി എന്നതിൽ നന്നായി വിശേഷണവും പാടി എന്നത് വിശേഷ്യവുമാണ്. അപ്പോൾ പാടിയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്, അത് വിശേഷ്യമാണ്. എന്നാൽ നന്നായി എന്നത് വിശേഷണമാണ്. ഭേദകം 3 വിധമുണ്ട്. പ്രകൃതം അനുസരിച്ചിട്ട് നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം. അപ്പം നാമവിശേഷണത്തിൽ നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമവിശേഷണമാണ്, വിശേഷ്യം നാമമാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമവിശേഷണമാണ്, വിശേഷ്യം നാമമാണ്. അപ്പം സമർത്ഥനായ ബാലൻ എന്നതിൽ ബാലനെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ. സമർത്ഥനായ എന്നാണ് വിശേഷണം. അപ്പം കറുത്ത കുതിര എന്നതിൽ കറുത്ത എന്നതാണ് വിശേഷണം. വിശേഷ്യം എന്ന് പറയുന്നത് കുതിരയാണ്. വെളുത്ത പശുവിൽ വെളുത്ത എന്നത് വിശേഷണമാണ്, വിശേഷ്യം എന്ന് പറയുന്നത് പശുവാണ്. ഇനി ക്രിയാവിശേഷണമാണ്. ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണമാണ്, വിശേഷ്യം ക്രിയയാണ്. അപ്പം കുട്ടി ഉറക്കെ കരയുന്നു. അതിൽ ഉറക്കെ എന്നുള്ളത് എന്താണ്? വിശേഷണമാണ് അല്ലേ. അപ്പം കരയുന്നു എന്നുള്ളത് എന്താണ്? ക്രിയ എന്താണ്? വിശേഷ്യമാണ്. ഇനി റാണി പതുക്കെ പറഞ്ഞു. പതുക്കെ എന്നുള്ളത് വിശേഷണമാണ്, പറഞ്ഞു എന്നുള്ളത് വിശേഷ്യമാണ്. അവൻ നന്നായി പാടി എന്നുള്ളത് വിശേഷ്യമാണ്, നന്നായി എന്നുള്ളത് എന്താണ്? വിശേഷണമാണ്. വിശേഷണം. വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നത് ഭേദക വിശേഷണമാണ്. വളരെ നന്നായി പാടി എന്നാൽ അതിൽ എന്താണ്? വിശേഷണം എന്ന് പറഞ്ഞാൽ നന്നായി പാടിയിൽ നന്നായി വിശേഷണമാണല്ലോ.
അപ്പം അതിനെ തന്നെ ആ നന്നായി വിശേഷണത്തെ തന്നെ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം എന്ന് പറയുന്നത്. അപ്പം വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നതിനെയാണ് ഭേദക വിശേഷണം എന്ന് പറയുന്നത്. അപ്പം അതിലെന്താണ് വളരെ എന്നുള്ളതാണ് വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഭേദക വിശേഷണമാണ് വളരെ എന്നുള്ളത്. തീരെ മെലിഞ്ഞ കുഞ്ഞ് എന്നുള്ളതിനെ മെലിഞ്ഞ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന തീരെ എന്നുള്ളത്. അപ്പോൾ തീരെ എന്നുള്ളത് എന്താണ്? ഭേദക വിശേഷണമാണ്. നല്ല നീളമുള്ള നദി, അതിൽ നല്ലയാണ് ഭേദക വിശേഷണം. ഏറ്റവും സമർത്ഥനായ കുട്ടി എന്നുള്ളതിൽ ഏറ്റവും എന്നുള്ളതാണ് എന്ത്? ഭേദക വിശേഷണം. ഇനി ഉൽപ്പത്തിയും സ്വഭാവവും അടിസ്ഥാനമാക്കിയിട്ട് ഭേദകം 7 വിധത്തിലുണ്ട്. അതിൽ ശുദ്ധത്തിൽ പറയുന്നത് നാമത്തോട് ചേർന്ന് നിൽക്കുന്ന ഭേദക പ്രകൃതിയാണ് ശുദ്ധഭേദകം. പ്രത്യയം ചേരാത്ത ഭേദകമാണിത്. നൽ, ചെം, നറു, വെൺ, തൂ, കാർ, തിരു, ചെറു എന്നിവ അതിൽ പെടുന്നു. നറു പുഞ്ചിരി, തൂവെള്ള, ചെറുപയർ, നറുമണം, ചെമ്മാനം, തിരുമുഖം, കാർകൊണ്ടൽ, തൂമണം, വെൺമേഘം എന്നിവയൊക്കെയാണ് ഏതിൽ വരുന്നത്? ശുദ്ധത്തിൽ വരുന്നത്. ഇനി സാഖ്യമാണെങ്കിൽ സാഖ്യത്തിലെ ഒരു സംഖ്യ വിശേഷണമായിട്ട് വരുന്ന ഭേദക രൂപമാണ് സാഖ്യം എന്ന് പറയുന്നത്. ഒരു സംഖ്യ വിശേഷണമായിട്ട് വരുന്നു. അപ്പോൾ ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. 100 പശു, 10 മാങ്ങ, 1000 പുണ്യം, 2 കുട്ടികൾ. അങ്ങനെ സംഖ്യ വിശേഷണമായിട്ട് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംഖ്യ വിശേഷണമായിട്ട് വരുന്നതിനെയാണ് സാഖ്യം എന്ന് പറയുന്നത്. ഇനി പാരിമാണികമാണ്. പാരിമാണികത്തിലെ പരിമാണം അളവിനെ സൂചിപ്പിക്കുന്ന ഭേദകമാണ്. നാഴി അരി, 2 കിലോ പയർ, 1 ലിറ്റർ എണ്ണ, 3 മീറ്റർ തുണി. അത് പാരിമാണികം. പാരിമാണം എന്ന് പറഞ്ഞാൽ അളവാണെന്ന് നമുക്കറിയാം. അപ്പോൾ പാരിമാണികം എന്ന് പറഞ്ഞാൽ അളവിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വിശേഷണങ്ങളാണ്. ഇനി വിഭാവകമാണ്. ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രത്യേകതയെ കാണിക്കുന്ന ഭേദകമാണ് വിഭാവകം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രത്യേകതയെ കാണിക്കുന്ന ഭേദകം. ഇപ്പോൾ സൗന്ദര്യം, സ്വഭാവം തുടങ്ങിയ ഏതെങ്കിലും പ്രത്യേകത വിശേഷണമായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ മനോഹരമായി പാടി, അതിൽ മനോഹരമായി എന്ന വിശേഷണം വിഭാവകത്തിൽ വരുന്നതാണ്. പച്ചപ്പട്ട് എന്നതിൽ പട്ടിനെ വിശേഷിപ്പിക്കുന്നതാണ് പച്ചപ്പട്ട്. ഇനി നീലാകാശം എന്ന് പറഞ്ഞാൽ ആകാശം നീലയാണ് എന്നുള്ളത് വിശേഷണമാണ്. പ്രസിദ്ധനായ കവി, അതിൽ പ്രസിദ്ധനായ എന്നുള്ളത് വിഭാവകത്തിൽ വരുന്നതാണ്. അപ്പം എന്താണ്? പ്രത്യേകതയെ, ഒരു വസ്തുവിൻ്റെ പ്രത്യേകതയെയോ അല്ലെങ്കിൽ സ്വഭാവത്തെയോ കുറിക്കുന്നത്. അപ്പം മനോഹര രൂപം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൻ്റെ മനോഹാരിതയാണ് വിശേഷിപ്പിക്കുന്നത്. അത് വിഭാവകത്തിലാണ് വരുന്നത്. ഇനി നാമാങ്കജമാണ്. പേരച്ചത്തിൽ നിന്നും ഉണ്ടായതാണ്. അപ്പം നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഭേദകമാണ്. ഉദാഹരണം വെളുത്ത പക്ഷി, ചുവന്ന പൂവ്, പൊട്ടിയ പാത്രം, തിളങ്ങുന്ന സാരി എന്നിവയാണ് നാമാങ്കജത്തിൽ വരുന്നത്. ഇനി ക്രിയാങ്കജമാണെങ്കിൽ വിനയച്ചത്തിൽ നിന്നുണ്ടായതാണ്. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന വിശേഷണമാണ് ഈ ഒരു വിശേഷണം. ഇപ്പോൾ ഓടിപ്പോയി, കളിച്ചു, നടന്നു, ഉറക്കെ കരഞ്ഞു, പതുക്കെ ചിരിച്ചു, എടുത്തു, തിന്നു തുടങ്ങിയവയാണ് ഈ ഒരു ക്രിയാങ്കജത്തിൽ വരുന്നത്. ഇനി സർവ്വനാമികമാണ്. ചുട്ടെഴുത്തുകളോ സർവ്വനാമങ്ങളോ നാമരൂപത്തിൽ വരുന്ന വിശേഷണമാണ് സർവ്വനാമികം. അവണ്ണം, അവിടം, അക്കാലം തുടങ്ങിയവ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തദ്ധിതമാണ്. തദ്ധിതം നോക്കാം. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾക്ക് തദ്ധിതങ്ങൾ എന്നു പറയുന്നത്. അപ്പോൾ തദ്ധിതങ്ങളെ തന്മാത്ര, തദ്വത് തദ്ധിതം, നിർമായി തദ്ധിതം, പൂരണി തദ്ധിതം, സാർവനാമികം എന്നിങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. തദ്ധിതങ്ങളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? തന്മാത്രാ തദ്ധിതം, തദ്വത് തദ്ധിതം, നാമനിർമായി തദ്ധിതം, പൂരണി തദ്ധിതം, സർവനാമിക തദ്ധിതം. ഇത്രയുമാണ്. അപ്പം തന്മാത്രാ തദ്ധിതം ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഒരു വസ്തുവിന് അനേകം ഗുണങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം എന്ന് പറയുന്നത്. അപ്പം ഒരു വസ്തുവിന് എന്തുണ്ട്? അനേകം ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു വസ്തുവിനെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. ധർമ്മം, നാമം, സർവനാമം, വിശേഷണം ഇവയോട് മാ, ഐമ, തം, തരം, തനം എന്നീ പ്രത്യയങ്ങളാണ് ചേരുന്നത്. അപ്പം മായും ഐമ, അതുപോലെ തം, തരം, തനം. ഒരു പാട്ടുണ്ടല്ലോ, തം തരനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക. മാ, ഐമ, തം, തരം, തനം എന്നീ പ്രത്യയങ്ങളാണ് ചേരുന്നത്. അപ്പോൾ തന്മാത്രാ തദ്ധിതം എന്ന് പറഞ്ഞാൽ തം, തരം, തനം അല്ലേ? അപ്പം അത് ഓർത്ത് വെക്കുക. ഇനി ഉദാഹരണം പുതുമ, വല്ലായ്മ, കുട്ടിത്തം, മണ്ടത്തരം, കള്ളത്തരം, കേമത്തം, ഗുരുത്വം എന്നിവയാണ് ഈ ഒരു തന്മാത്രാ തദ്ധിതത്തിൽ വരുന്നത്. ഇനി തദ്വത് തദ്ധിതമാണ്. തദ്വത് തദ്ധിതത്തിൽ അതുള്ളത്, അതുപോലുള്ളത്, അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്ന അർത്ഥവിശേഷണങ്ങൾ കാണിക്കുന്നതാണ് തദ്വത് തദ്ധിതം. അൻ ആണ് അതിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത്. അപ്പം അൻ ആണ് അതിൻ്റെ പ്രത്യയം. അൻ ആണ് അതിൻ്റെ പ്രത്യയം എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. അൻ ആണ് തദ്വത് തദ്ധിതത്തിൻ്റെ പ്രത്യയം. കൂന് ഉള്ളവൻ എന്താണ്? കൂനനാണ്. വേല ചെയ്യുന്നവൻ വേലക്കാരനാണ്. മലയാളം സംസാരിക്കുന്നവൻ മലയാളിയാണ്. കിഴക്ക് നിന്നും വന്നിട്ടുള്ളവൻ കിഴക്കനാണ്. മൂപ്പുള്ളവൻ മൂപ്പൻ. മടിയുള്ളവൻ മടിയൻ. ഇനി സംസ്കൃത ശബ്ദങ്ങളിൽ വത്ത്, മത് എന്നിവ ചേർന്നും മലയാള ശബ്ദങ്ങളിൽ അൻ, ഈ എന്നിവ ചേർന്നും തദ്വത് തദ്ധിതം ഉണ്ടാക്കാം. അതിൽ മിടുക്ക്, മിടുക്കൻ, മിടുക്കി എന്നും വരുന്നുണ്ട്. തെക്കനാണെങ്കിൽ തെക്ക്, തെക്കൻ. മടി, മടിയൻ. ശക്തി, ശക്തിമത്. അതുപോലെ അർത്ഥം, അർത്ഥവത്.
ഇനി നിർമ്മായി തദ്ധിതമാണ്. നാമനിർമ്മായി തദ്ധിതത്തിൽ അൻ, അൾ, തു എന്നീ ലിംഗപ്രത്യയങ്ങൾ പേരച്ചം, സംബന്ധിക, ആധാരികാഭാസം എന്നിവയോട് ചേർന്ന് നാമമുണ്ടാകുന്നത്. ഉദാഹരണം: കണ്ട, കണ്ടവൻ, കണ്ടവൾ, കണ്ടത്. വന്ന, വന്നവൻ, വന്നവൾ, വന്നത്. വെളുത്ത, വെളുത്തവൻ, വെളുത്തവൾ, വെളുത്തത്. എൻ്റെ, എൻ്റെവൻ, എൻ്റേവൾ, എൻ്റേത്. താഴത്ത്, താഴത്തേവൻ, താഴത്തേവൾ, താഴത്തേത്. അതാണ് നാമനിർമ്മായി തദ്ധിതം. ഇനി പൂരണി തദ്ധിതം ആണെങ്കിൽ സംഖ്യാരൂപത്തിൽ നിന്നും പുതിയ നാമം ഉണ്ടാക്കുന്നതാണ് പൂരണി തദ്ധിതം. സംഖ്യാനാമങ്ങളോട് ആം എന്ന പ്രത്യയം ചേർത്ത് ഒപ്പം ലിംഗപ്രത്യയങ്ങളും ചേർക്കണം. ഒന്ന്, ഒന്നാമൻ, ഒന്നാമത്തെ, മൂന്നാമൻ, നൂറാമൻ. അങ്ങനെയുള്ളതാണ് പൂരണി തദ്ധിതം. സർവനാമിക തദ്ധിതമാണ് അടുത്തത്. കാലം, ദേശം, അളവ് ഇവ കുറിക്കാൻ ചുട്ടെഴുത്തുകളോട് പ്രത്യേകം ചേർത്ത് ഉണ്ടാക്കുന്ന നാമങ്ങളാണ്. അപ്പോൾ, ഇപ്പോൾ, എപ്പോൾ. കാലത്തെ കുറിക്കുന്നത് അങ്ങ്, ഇങ്ങ്, എങ്ങ്. ദേശത്തെ കുറിക്കുന്നത് അത്ര, ഇത്ര, എത്ര. അളവിനെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇംഗ്ലീഷിൽ നോക്കുന്നത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. അപ്പോൾ നോക്കാം. അതിൽ വൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്. അപ്പം എന്താണ് വൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്? ഗോഡില്ല എന്ന് വിശ്വസിക്കുന്നത് അല്ലേ, എത്തിയസ്റ്റ് ആണ് ഗോഡില്ല എന്ന് വിശ്വസിക്കുന്നത്. ഇനി വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. അപ്പം മനുഷ്യൻ്റെ മാംസം തിന്നുന്നവനാണ്. അതാരാണ്? കാനിബലാണ്, കാനിബൽ. വൺ ഹൂ മേക്സ് മാപ്സ് ഉണ്ടാക്കുന്നവൻ കാർട്ടോഗ്രാഫറാണ്, കാർട്ടോഗ്രാഫർ. ഇനി വൺ ഹൂ വോവ്ഡ് ടു അൺമാരീഡ് ലൈഫ്. അപ്പോൾ അൺമാരീഡ് ലൈഫ് അല്ല, അപ്പം എന്താണ്? സെലിബ്രേറ്റ്. അപ്പം നമുക്ക് എന്താണ്? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല സെലിബ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് വെക്കുക. വൺ ഹൂ ഇൻട്രൊഡ്യൂസസ് ദ പെർഫോമേഴ്സ് ഐറ്റംസ് ഓഫ് ആൻ എൻ്റർടൈൻമെൻറ്റ് എക്സിട്ര. അത് കമ്പെയർ ആണ്, കമ്പെയർ. വൺ ഹൂ ഇൻട്രൊഡ്യൂസസ് ദ പെർഫോമേഴ്സ് ഐറ്റംസ് ഓഫ് ആൻ എൻ്റർടൈൻമെൻറ്റ്, അത് കമ്പെയർ, കോംപിയർ. ഇനി വൺ ഹൂ മേക്സ് വൺ സെൽഫ് ഫീൽ അറ്റ് ഹോം ഇൻ ആൾ കൺട്രീസ്. അത് വരുന്നത് എന്താണ്? കോസ്മോപൊളിറ്റൻ ആണല്ലേ, കോസ്മോപൊളിറ്റൻ ആണ്. വൺ ഹൂ മേക്സ് വൺ സെൽഫ് ഫീൽ അറ്റ് ഹോം ഇൻ ആൾ കൺട്രീസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വൺ ഹൂ ഈസ് ഗിവൺ ടു പ്ലഷേഴ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, എക്സെട്ര. എപ്പിക്യൂർ ആണ്, എപ്പിക്യൂർ. വൺ ഹൂ ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫെയ്റ്റ്. ഫാറ്റലിസ്റ്റ് ആണ്, പോരാട്ടത്തിൽ പരോക്ഷമായിട്ട് നിൽക്കുന്ന ആൾ. ഇനി വൺ ഹൂ ചാമ്പ്യൻസ് ദ കോസ് ഓഫ് വുമൺ. ഫെമിനിസ്റ്റ് ആണ്. വൺ ഹൂ റൺസ് എവേ ഫ്രം ജസ്റ്റിസ് ഓർ ദ ലോ. ഫ്യൂഗിറ്റീവ് ആണ്. വൺ ഹൂ ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ഹയസ്റ്റ് ടൂൾ. ഹെഡോണിസ്റ്റ്. വൺ ഹൂ ഈസ് ഫ്ലഷ്. കാർണിവോറസ്. വൺ ഹൂ ഈസ് വെജിറ്റബിൾസ്. ഹെർബിവോറസ്. അപ്പം വൺ ഹൂ ഈറ്റ്സ് ഫ്ലഷ് ആണെങ്കിൽ കാർണിവോറസ് ആണ്. കാർന്നിട്ടാണല്ലോ നമ്മൾ ഫ്ലഷൊക്കെ കടിച്ച് കീറിയിട്ടല്ലേ തിന്നുക. അപ്പോൾ കാർന്ന് തിന്നുക എന്നുള്ള കാർണിവോറസ്. ഇനി വൺ ഹൂ ഈസ് വെജിറ്റബിൾ ആണെങ്കിൽ ഹെർബൽ ആയിട്ടുള്ളത് എന്താണ്? അപ്പോൾ ഹെർബിവോറസ്. ഇനി വൺ ഹൂ ഈസ് സിംപതറ്റിക് ടു മാൻകൈൻഡ്. അതെന്താണ്? ഹ്യൂമാനിറ്റേറിയൻ ആണ്. മാൻകൈൻഡ് ഹ്യൂമാനിറ്റേറിയൻ. വൺ ഹൂ പ്രെറ്റൻസ് ടു ബി വാട്ട് ഹീ ഈസ് നോട്ട്. ഹൈപ്പോക്രൈറ്റ്. ഇനി വൺ ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. ഇലിറ്ററേറ്റ്. അത് നമുക്കറിയാം. വൺ ഹൂ ഹാസ് ആൻ ഇറസിസ്റ്റിബിൾ ടെൻഡൻസി ടു സ്റ്റീൽ. അത് ക്ലപ്റ്റോമാനിയാക്കാണ്. വൺ ഹൂ ഹാസ് ഇറസിസ്റ്റിബിൾ ടെൻഡൻസി ടു സ്റ്റീൽ. ഇനി വൺ ഹൂ കോംബെയിൽസ് ഡിക്ഷണറി. അതെന്താണ്? വൺ ഹൂ കമ്പെയിൽസ് ഡിക്ഷണറി ആണ്. ലെക്സിക്കോഗ്രാഫർ. വൺ ഹൂ നൗസ് മെനി ലാംഗ്വേജസ്. ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ആണ്. വൺ ഹൂ സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ എ കോസ്. മാരിറ്റെയർ ആണ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ആണെങ്കിൽ അത് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ് ആണെങ്കിൽ അത് മിസ്ആന്ത്രോപ്പിസ്റ്റ് ആണ്. വൺ ഹൂ ഹെയ്റ്റ്സ് ആണെങ്കിൽ അത് മിസ്ആന്ത്രോപ്പിസ്റ്റ് ആണ്. എന്നാൽ വൺ ഹൂ ലവ്സ് ആണെങ്കിൽ അത് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. വൺ ഹൂ ഹെയ്റ്റ്സ് ലേണിംഗ് ആൻഡ് നോളേജ്. അപ്പം ഹെയ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മിസോ ആണെന്ന് ഓർത്ത് വെക്കുക. മിസോലോജിസ്റ്റ് ആണ്. വൺ ഹൂ ഹെയ്റ്റ്സ് ലേണിംഗ് ആൻഡ് നോളേജ്. വൺ ഹൂ ക്യൂർസ് ഐസ് ഡിസീസസ്. ഒക്യുലിസ്റ്റ്. ഒഫ്താൽമോളജിസ്റ്റ്. വൺ ഹൂ ലിവ്സ് ഓൺ അതേഴ്സ്. പാരാസൈറ്റ്. അടുത്തത് വൺ ഹൂ ടേക്സ് റെഫ്യൂജ് ഇൻ എ ഫോറിൻ കൺട്രി. റെഫ്യൂജി. വൺ ഹൂ കാർവ്സ്
in stones, sculptor. One who pays too much respect to social position and wealth, snob. One who walks in sleep, എന്താണ്? somnambulist. One who talks in sleep, somniloquist. അപ്പോൾ സൈക്കോളജിയിൽ നമ്മൾ വൈജ്ഞാനിക വികസനം എന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കുന്നത്. അനസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനോ സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ് വൈജ്ഞാനിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ വൈജ്ഞാനിക വികസനം അഥവാ ബൗദ്ധിക വികസനം എന്ന് പറയുന്നത് അനസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിനോ സങ്കീർണമായിട്ടുള്ള വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ്. ചിന്ത, യുക്തിചിന്ത, ഭാഷ. ഈ ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ് വൈജ്ഞാനിക വികസനം. അപ്പോൾ വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ്. മസ്തിഷ്കവും വൈജ്ഞാനിക വികാസവും. വൈജ്ഞാനിക വികാസത്തിൻ്റെ അടിസ്ഥാനം മസ്തിഷ്കത്തിൻ്റെ വികാസം തന്നെയാണ്. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഭാഗം ആദ്യം വികസിക്കുന്നു. കാഴ്ച, കേൾവി തുടങ്ങിയ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ പിന്നീടും, യുക്തിചിന്ത പോലെയുള്ള ഉയർന്ന മാനസിക ശേഷികളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അതിനുശേഷവും വികാസം പ്രാപിക്കുന്നു. സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുവെങ്കിലും ഭാഷണം, വായന തുടങ്ങിയ സങ്കീർണ്ണ പ്രവണതകളിൽ സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ. ഇന്ദ്രിയ ചാലകഘട്ടം 2 വയസ്സ് വരെയാണ്. ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും സ്വന്തം അനുഭവങ്ങളിലൂടെയും കുഞ്ഞിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ വളരുന്നു. തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചുമുള്ള ധാരണ പരിചയമുള്ളവരുടെയും ഇല്ലാത്തവരെയും കുറിച്ചറിയാൻ സാധിക്കലും അതിനനുസരിച്ച് പ്രതികരിക്കലും, വസ്തുക്കളും ആളുകളും കൺവെട്ടത്തു നിന്നും മറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ്, സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ആദിബോധങ്ങൾ, കാര്യകാരണ ബന്ധത്തെക്കുറിച്ചുള്ള ആദ്യ ധാരണകൾ, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ ഇട്ടാൽ ഒച്ചയുണ്ടാകും, പരീക്ഷണങ്ങൾ, അനുകരണങ്ങൾ തുടങ്ങിയവ തുടക്കം, മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലാക്കി തുടങ്ങൽ എന്നിങ്ങനെയുള്ള സംവേദക സ്കീമുകളും ചാലക സ്കീമുകളും ഉപയോഗിച്ചാണ് ഭാഷാ പഠനം സാധ്യമാകുന്ന കാലം വരെ കുട്ടിയിൽ പഠനം മുന്നേറുന്നത്. സംവേദക ചാലകത്തെ 6 ചെറിയ ഘട്ടങ്ങളായിട്ട് പിയാഷെ വേർതിരിച്ചിട്ടുണ്ട്. പ്രാക് മനോവ്യാപാര ഘട്ടം 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ഭാഷ പഠിക്കാൻ കഴിയുന്നതോടെ മറ്റുള്ളവരുമായി ആശയവിനിമയ സാധ്യത മാത്രമല്ല ചിന്തക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം കൂടി കുട്ടിക്ക് ലഭ്യമാകുന്നു. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന അവസ്ഥ വരുന്നു. 2 3 വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത വളരെ പ്രകടമാണ്. ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ് കുട്ടിയുടേത്. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ, ഭാഷ പഠിക്കുന്നതിൻ്റെ വളരെ പ്രധാനമായ ഘട്ടമാണിത്. ഈ പ്രായത്തിൻ്റെ പ്രധാന സവിശേഷത സ്വയം കേന്ദ്രീകൃത അവസ്ഥയാണ്. ലോകത്തെ കുട്ടി മനസ്സിലാക്കുന്നതിന് തൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ലോകത്തിൻ്റെ കേന്ദ്രം താനാണെന്നും തന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം എന്നതുമാണ് ഈ അവസ്ഥ. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങളിലെ തിരിച്ചു മനസ്സിലാക്കൽ ഈ ഘട്ടത്തിൽ സംഭവിക്കാനിടയുണ്ട്. ഞാൻ ഉണരുമ്പോൾ പ്രഭാതമുണ്ടാകുന്നു തുടങ്ങിയ ധാരണകൾ. ഓരോ വസ്തുവിനും പ്രതിഭാസത്തിനും തന്നിൽ നിന്നും വേറിട്ട് ഒരസ്തിത്വമുണ്ട് എന്നും മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും തന്നെ പോലെയാകണമെന്നില്ല എന്നും മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിലെ കുട്ടിക്ക് കഴിയില്ല. ലോകത്തിൻ്റെ വസ്തുനിഷ്ഠവും സ്വഭാവവും വ്യക്തിയുടെ ആത്മനിഷ്ഠവുമായിട്ടുള്ള സ്വഭാവവും തിരിച്ചറിയുന്ന ഘട്ടത്തിലെ സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുറഞ്ഞു വരികയുള്ളൂ. ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രായമാണിത്. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന സ്വഭാവമാണിത്. ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഒരംശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവസ്ഥ കുറഞ്ഞു വന്ന പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന കഴിവ് വളർന്നു വരുന്നു. തിരിച്ച് ചിന്തിക്കുക, സ്ഥിരത തുടങ്ങിയ കഴിവുകൾ ഈ ഘട്ടത്തിൻ്റെ കുറവായിരിക്കും. കുട്ടിക്ക് തൻ്റേതായ അർത്ഥമാണുള്ളത്. യുക്തിചിന്തക്ക് തൻ്റേതായ നിയമമാണുള്ളത്. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചപ്പാടുകളുമാണെന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7 8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്നും വളരെ വ്യത്യസ്തമാണെന്നും പിയാഷെ ഊന്നി പറയുന്നു.
മൂർത്ത മനോവ്യാപാര ഘട്ടം 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. മനോവ്യാപാരത്തിന് സാധിക്കുന്ന യുക്തിചിന്തയുടെ അടിസ്ഥാന ശീലമാണ് മനോവ്യാപാരം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാക്കുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക ക്രിയയെയാണ് മനോവ്യാപാരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. റിവേഴ്സിബിലിറ്റി, തിരിച്ചു ചിന്തിക്കുക എന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ സ്വഭാവം. A+B=C എന്നതിൻ്റെ റിവേഴ്സൽ ആണ് C-B=A എന്നത്. AB=C എന്നത് റിവേഴ്സൽ ആണ് C/B എന്നത് A എന്നത്. ഇങ്ങനെ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഫലം വെച്ചുകൊണ്ട് എതിർക്രിയ ചെയ്താൽ തുടങ്ങിയിടത്തു തന്നെ എത്തും എന്ന തത്വം തിരിച്ചറിയുമ്പോൾ മാത്രമേ സ്ഥിരത എന്നു പിയാഷെ വിളിക്കുന്ന ലോക സ്വഭാവം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനാവുകയുള്ളൂ. വസ്തുക്കൾ ചേർത്ത് വെച്ചാലും വിട്ടുവെച്ചാലും ഇടത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല എന്നതാണ് സംഖ്യാസ്ഥിരത. പാത്രം മാറ്റിയത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നതാണ് വ്യാപ്ത സ്ഥിരത. കളിമണ്ണ് ഉരുട്ടി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം വരുന്നില്ല എന്ന് പിണ്ഡസ്ഥിരത. മനസ്സിലാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തലങ്ങളെക്കുറിച്ച് ഒരേ സമയം ചിന്തിക്കാനാവണം. സ്ഥിരത മാത്രമല്ല, ഈ ഘട്ടത്തിൽ ക്രമമായ അടുക്കാനുള്ള കഴിവും ശ്രേണീകരണം, പല രീതിയിൽ തരം തിരിക്കുവാനുള്ള കഴിവും വളർന്നു വരുന്നു. ഭാവനയുടെ ലോകത്തു നിന്നും വസ്തുനിഷ്ഠമായിട്ടുള്ള യഥാർത്ഥത്തിലേക്ക് കുട്ടി ക്രമത്തിൽ എത്തിപ്പെടുന്നു. ഔപചാരിക മനോവ്യാപാര ഘട്ടം 11 വയസ്സ് മുതലാണ്. അമൂർത്തമായി ചിന്തിക്കുന്നതിനും യുക്തിയുടെ രീതികൾ ഭാഗികമായി ഉപയോഗിക്കുന്നതിനുമുള്ള ശേഷി വളർന്നു വരുന്നു. ശാസ്ത്രീയ ചിന്താഗതിയിൽ പ്രാവീണ്യം വർദ്ധിക്കുന്നു. പ്രശ്നങ്ങളെ അപഗ്രഥിക്കുവാനും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരായാനും അവയെ താരതമ്യപ്പെടുത്തുവാനും പ്രതീകങ്ങൾ അർത്ഥപൂർണമായി ഉപയോഗിക്കുവാനുമൊക്കെ സാധിച്ചു തുടങ്ങുന്നു. ഇനി പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പം ഘട്ടം, ഏകദേശ പ്രായം, സവിശേഷതകൾ ഒരു പട്ടിക രൂപത്തിൽ നമുക്ക് നോക്കാം. ഇന്ദ്രിയ ചാലകഘട്ടം, സംവേദക ചാലകഘട്ടം എന്നും പറയുന്നുണ്ട് അല്ലെ. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. 0 മുതൽ 2 വയസ്സ് വരെയാണ്. റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടുകളിൽ നിന്നും ഗ്രഹിക്കുന്നു. മറ്റുള്ളവയെ അനുകരിക്കാൻ തുടങ്ങുന്നു. സംഭവങ്ങൾ ഓർത്തുവെക്കാൻ ആരംഭിക്കുന്നു. വസ്തുസ്ഥൈര്യം ഈ ഘട്ടത്തിൻ്റെ അവസാനം മാത്രം ആർജിക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവം പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം. ഇനി പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ്. 2 to 7 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഭാഷ വികസിക്കുന്നു. വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പ്രതിരൂപങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നു. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. കേന്ദ്രീകൃത ചിന്തനം, ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു. എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായിട്ട് കരുതുന്നു. മൂർത്ത മനോവ്യാപാര ഘട്ടമാണ്. രൂപാത്മക മനോവ്യാപാര ഘട്ടം 7 to 11 വയസ്സ് വരെ. തൻ്റെ മുന്നിലെ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുവാൻ കഴിയുന്നു. ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ മനസ്സിലാക്കുന്നു. ഔപചാരിക മനോവ്യാപാര ഘട്ടം 11 വയസ്സ് മുതൽ കൗമാരവും അതിനുശേഷവും. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളിലൂടെയും പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വത്വബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കാണുന്നു. ഇനി അതിൽ തന്നെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ്. അത് ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപമുണ്ടാക്കലാണ് വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ബാക്കി തന്നിട്ടുള്ളത് ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടെത്തലുകൾ പറയൽ, ചുറ്റുപാടുള്ള സസ്യങ്ങൾ നിരീക്ഷിക്കൽ, വിവിധ തരം പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെ തിരിച്ചറിയൽ. കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കൽ, അതിൽ ശരിയായിട്ടുള്ളത് കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കലാണ് വൈജ്ഞാനിക വികാസ മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇനി ചിത്രങ്ങളും വസ്തുക്കളും കണ്ട് ആശയങ്ങൾ പറയാൻ കഴിയുന്ന കുട്ടിയിൽ ഏതു മേഖലയിലുള്ള വികാസമാണ് കാണാൻ കഴിയുന്നത്? അത് ശാരീരിക ചാലക വികാസം, ഭാഷാ വികാസം, വൈജ്ഞാനിക വികാസം, സർഗാത്മക സൗന്ദര്യാത്മക വികാസം. വൈജ്ഞാനിക വികാസമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ജീൻ പിയാഷെയുടെ വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് പ്രീ പ്രൈമറി കുട്ടി ഏതു വികാസഘട്ടത്തിലാണുള്ളത് എന്നാണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ് പ്രീ പ്രൈമറി കുട്ടിയുള്ളത്. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടമാണ് സംവേദക ചാലകഘട്ടം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് കേന്ദ്രീകരണവും സചേതന ചിന്തയും. 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് പ്രത്യാവർത്തന ചിന്ത. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയവ വികസിപ്പിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഏത് എന്നാണ് ചോദ്യം ഉള്ളത്.
ഔപചാരിക മനോവ്യാപാര ഘട്ടം, രൂപാത്മക മനോവ്യാപാര ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം. അതിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ് ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത എന്നിവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം. രൂപാത്മക മനോവ്യാപാര ഘട്ടമാണ്. പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? അത് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ്. സചേതന ചിന്തയും അതുപോലെ തന്നെ കേന്ദ്രീകരണവും ഒക്കെ ഉള്ളത് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.